പ്രിയമുള്ളവരെ, ഇത് മാത്രമല്ല കർഷകരുടെ വിഷയങ്ങൾ പഠിക്കുവാനുള്ള ഏജൻസിയെ പോലും ഈ ഗവൺമെന്റിന് മുന്നിലുണ്ട്. ഈ ഏജൻസികൾ കർഷകരുടെ വിഷയങ്ങൾ പഠിക്കുക മാത്രമല്ല, കർഷകരെ സംരക്ഷിക്കുന്ന എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? വനം അതിർത്തിയിൽ വന്യജീവി അക്രമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം പോലും പാവപ്പെട്ട ആളുകൾക്ക് വനാതിർത്തികളിൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ, കടുവകൾ കടിച്ചുകൊല്ലുന്ന അവസ്ഥ, മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി വരുന്നു. വനാതിർത്തികളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് വനാതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിച്ചു എന്ന പൊള്ള വാഗ്ദാനങ്ങൾ പറയുകയല്ലാതെ ഇവിടെ വന്യജീവി അക്രമത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? എവിടെയാണ്? ഇവിടെ വൈൽഡ് ലൈഫ് ആക്ട് തിരുത്തുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം. വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെടുകയാണ്. അവർ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ അന്തിയുറങ്ങാൻ വീട്ടിലേക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ വയനാട് ജില്ലയിലെ വനാതിർത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ദുരനുഭവം ഏതെങ്കിലും കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ? ഈ ഗവൺമെന്റിന്റെ പോരായ്മയല്ലാതെ അതിനെന്താണ് പറയാൻ കഴിയുക? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പാവപ്പെട്ട കർഷകരോടും പാവപ്പെട്ട ജനങ്ങളോടും പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു? ആ വാഗ്ദാനങ്ങൾ പോലും നിർവഹിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റ് ഒരു പരാജയപ്പെട്ട ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷകർ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടി വരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയിൽ ഉൾപ്പെടെ കള്ളത്തരം കാട്ടിയിരിക്കുന്നു. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിന് കൂട്ടുനിൽക്കുന്നു. നീറ്റ് പരീക്ഷയിൽ പോലും കള്ളത്തരം കാണിച്ച ഒരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഇന്ന് വരെയുണ്ടോ? നരേന്ദ്രമോദിയും